ഏ എന്നോട് എല്ലാവരും ഇത് ചോദിക്കുന്നുണ്ട്. പാലക്കാട് പിന്നെ ഞാൻ അങ്ങനെ ഇനി എനിക്ക് അതൊരു ഒരു ഒരു ഇനി അതങ്ങ് ഞാൻ ആ ചാപ്റ്റർ അങ്ങ് മറക്കാനും ക്ലോസ് ചെയ്യാനും അങ്ങനെ ആഗ്രഹിച്ചും കാത്തു നിൽക്കുന്ന ഒരാളല്ല. പാലക്കാട് ഞാനും തമ്മിലുള്ളൊരു ബന്ധം അത് അങ്ങനെ ഉണ്ടാവും. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതെൻ്റെ ഒരു ബേസ് അല്ലേ. ആദ്യമേ കയറി നിന്നിട്ടാണല്ലോ പിന്നെ നമ്മൾ മറ്റ് പടവുകൾ കയറുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു ചുവട് നമ്മൾ മറന്നു പോകേണ്ട ഒന്നല്ലല്ലോ. മറ്റ് ചുവടുകളിൽ കാല് വെക്കാനുള്ള ഉയരം എനിക്ക് തന്ന ഒരു അടിത്തറയാണത്. അത് പിന്നെ ഞാൻ അങ്ങനെ വേറൊരു അവസരം കിട്ടുമ്പോഴത്തേക്കും അങ്ങ് മറന്നിട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അത് അവിടെ ഒരു അടിത്തറയാണ്. പിന്നെ അപ്പോൾ അവിടെ എപ്പോൾ വേണമെങ്കിലും എനിക്ക് പോവാം. അതിനെനിക്കിപ്പോൾ അവിടുത്തേതായിട്ടൊരു പദവിയോ അവിടുത്തേതായിട്ടൊരു സ്ഥാനമോ വേണമെന്നില്ല. എനിക്കിടയ്ക്ക് പോവാം, എനിക്കിടയ്ക്ക് അവരെ കാണാം, പിന്നെ അവർക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇവിടെ വരാം. അതിനൊക്കെ ഒരു അവസരമുണ്ട്. ഇതൊക്കെ പിന്നെ ജയിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അല്ലാണ്ട് ഒരു അഹങ്കാരം പറയല്ല. അതുകൊണ്ട് പാലക്കാടുമായിട്ടുള്ളൊരു ബന്ധം അതൊരു സ്നേഹബന്ധമാണ്, അങ്ങനെ തുടരും. വടകരയിലേക്ക് വന്നപ്പോൾ ഉണ്ടായ മാറ്റം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അങ്ങോട്ട് വരുമ്പോൾ ഇതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇങ്ങനെ ഒരു ജനസഞ്ചയത്തിൻ്റെ ഇടയിലായിരിക്കും ഞാൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുകയെന്നോ എനിക്കിങ്ങനെ ഇടം വലം മുന്നും പിന്നും തിരിഞ്ഞു നോക്കിയാലൊക്കെ ഞാനിങ്ങനെ ജനങ്ങളാൽ ചുറ്റപ്പെട്ടൊരു രീതിയിലൊരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താൻ പറ്റുമെന്നോ, പുലർച്ചെ 4:30 മണിക്ക് ചെന്നാലും പിന്നെ ഒരു പരിഭവം പറയാതെ ചിരിച്ചുകൊണ്ട് നമ്മൾ ജയിക്കും എന്നൊക്കെ പറയാൻ ഇങ്ങനെ വലിയ ആൾക്കൂട്ടം കാത്തിരിപ്പുണ്ടാവുന്നൊന്നും അറിയാത്ത ഒരാളായിരുന്നു ഞാൻ, തുറന്നു പറഞ്ഞാൽ. അപ്പം പിന്നെ വടകരയിൽ വന്നാൽ എന്താവുമെന്ന് ശരിക്കും ആലോചിക്കുക പോലും ചെയ്യാനുള്ള സമയം എനിക്ക് കിട്ടിയിട്ടില്ല. അവിടെ നിന്ന് പോരുമ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് പോരുകയല്ലേ. തലേദിവസം രാത്രി വിളിച്ചിട്ടല്ലേ പറയുന്നത് നാളെ സ്ഥാനാർത്ഥിയാണ്, വടകരയിലാണ് മത്സരിക്കുന്നത്. എനിക്ക് വടകരയിൽ ഒരു 15 ആളെ ഫോണിൽ പോലും വിളിച്ച് ചോദിച്ചിട്ട് ഞാനവിടെ വന്നാൽ എങ്ങനെയുണ്ടാവും എന്ന് ചോദിക്കാനുള്ള ഒരു സ്പേസ് പോലും എനിക്ക് കിട്ടിയിട്ടില്ല. അത്യാവശ്യം 2-3 നേതാക്കന്മാരെയാണ് വടകരയിൽ വിളിച്ചത്. പിന്നെ ബാക്കി കോൺഗ്രസ് നേതാക്കന്മാർ അവരെയൊക്കെ വിളിക്കുമ്പോഴത്തേക്കും എന്നോട് പറയുന്നതിൻ്റെ മുമ്പേ ഇവരൊക്കെ തമ്മിലൊരു ധാരണയായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് പിന്നെ വിളിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഞാനൊരാൾ വിളിച്ചു, അതേ എന്നോട് ഇങ്ങനെ വടകര മത്സരിക്കാൻ പറയുന്നു. ഞങ്ങൾ തമ്മിലൊന്ന് ആലോചിച്ചിരുന്നു, അതിപ്പോൾ ഒരു ആവശ്യമായ ഘട്ടത്തിലാണ്. അപ്പോൾ ഞാൻ വേറൊരാളെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായതാ അവരൊക്കെ തമ്മിലൊരു ആലോചന നടന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്ന് ഇറങ്ങിയ ശേഷം ഇതൊന്നും ആലോചിക്കേണ്ട ഒരു സാഹചര്യം എനിക്ക് വന്നിട്ടോ ഇല്ല. ഞാൻ കാണുന്നതും മനുഷ്യരുടെ ഒരു കടലാണ്. അതും പിന്നെ സെൻട്രലൈസ്ഡ് സ്വീകരണത്തിലുണ്ടാവും. അത് ഇത്രയും പ്രതീക്ഷിച്ചില്ലെങ്കിലും അതുണ്ടായും തീരുമാനിച്ചു. അത് കഴിഞ്ഞ് നിയോജകമണ്ഡലം തലത്തിലേക്ക് പോയപ്പോൾ അവിടെയും അതിന് മാച്ചിങ് ആയിട്ടുള്ള അത് തന്നെ. പഞ്ചായത്ത് തലത്തിലേക്ക് പോയപ്പോൾ അത് തന്നെ. പിന്നെ ബൂത്ത് തലങ്ങളിൽ പോയപ്പോൾ പോലും നിങ്ങൾ പലയിടത്തും കവർ ചെയ്യാൻ വേണ്ടി വന്നു. പരിപാടികൾ ഒത്തിരി ലേറ്റ് ആയപ്പോൾ എന്തൊരു ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ വന്നിട്ട് ഭയങ്കരമായിട്ട് എനിക്ക് ആ കുട്ടിപ്പട്ടാളത്തോട് കുഞ്ഞു മക്കളോട് ഭയങ്കര കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അവർക്ക് വോട്ടില്ലെങ്കിലും അവർ ഈ തെരഞ്ഞെടുപ്പിന് തന്നൊരു എനർജി വളരെ വളരെ വലുതാണ്. അവരോടി വന്ന് കയ്യിലൊരു പഞ്ച് തരുമ്പോൾ നമുക്ക് അതുവരെ അനുഭവപ്പെട്ടിരുന്ന എല്ലാ ക്ഷീണവും നമുക്ക് മാറുകയാണ്. അവർ ഭയങ്കര ഇൻഫ്ലുവൻസേഴ്സായിട്ട് മാറുകയായിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് സംഘടനാപരമായി വലിയ സ്വാധീനമില്ലാത്ത പല ബൂത്തുകളിലും ഇരിക്കുന്നവരെ ഭീഷണിപ്പെടുത്തുന്ന സ്ഥലങ്ങളിൽ പോലും അവിടെ വലിയ ആൾക്കൂട്ടം ഞങ്ങളെ സ്വീകരിച്ചിട്ടില്ലെങ്കിലും അവിടെ കവലകളിലും വീടുകളിൽ നിന്നുമായിട്ട് ആളുകളുടെ പ്രതികരണങ്ങൾ ഞങ്ങൾക്ക് വലിയൊരു എനർജി തന്നിട്ടുണ്ട്. ഇപ്പോൾ വടകരയിലെ ജനതയുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകതകൾ നിറഞ്ഞതാണ്. ഭയങ്കര എക്സ്പ്രസീവാണത്. മറ്റേ അതും എനിക്ക് അനുഭവിക്കാനുള്ളൊരു അവസരം കിട്ടി. ഞങ്ങൾ കൊടുത്ത എല്ലാ പരാതികളുടെയും സ്റ്റാറ്റസ് തന്നെയാണ്. അതിൽ വലിയ ആത്മാർത്ഥയൊന്നും പോലീസിനില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഇതിന് മുമ്പ് കൊടുത്ത ഞാൻ ആ അധ്യാപകൻ്റെ കാര്യമൊക്കെ ഇന്നലെ പറഞ്ഞില്ലേ, ഒരു അസിസ്റ്റൻറ്റ് കോളേജ് പ്രൊഫസർ, ഒരു ഗവൺമെൻറ് കോളേജിൽ വർക്ക് ചെയ്യുന്നൊരു പ്രൊഫസർ 26 കഴിയട്ടെ ചിലരുടെ 16 അടിയന്തരം നടത്തണമെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാ തന്നെ എന്ത് അല്ല കുട്ടികളെ പഠിപ്പിക്കാൻ പിന്നെ അർഹനാണോ? 16 അടിയന്തരം എന്ന് പറഞ്ഞാൽ കൊന്നിട്ടല്ലേ നടത്താൻ പറ്റും, മരിച്ചിട്ടല്ലേ നടത്താൻ പറ്റും. അപ്പോൾ ആ കാര്യത്തിലൊക്കെ പോലീസ് ആത്മാർത്ഥതയൊക്കെ കണക്ക് തന്നെയാണ്. പക്ഷെ ജനങ്ങളത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് ഞങ്ങൾ ലീഗലി അത് ഡ്രോപ്പ് ചെയ്യില്ല. വിൽ ഫോളോ ഇറ്റ് അപ്പ്. ഓക്കെ. ഞാൻ ഒരു കാര്യം കൂടെ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ക്യാമ്പയിൻ്റെ തുടക്കത്തിൽ എനിക്കെതിരെ ഏറ്റവും ഉപയോഗിക്കപ്പെട്ടിരുന്ന ഒരു സാധനം പിന്നെ ഞാൻ CA വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല, അതിൽ വാ തുറന്നിട്ടില്ല തുടങ്ങിയ സാധനങ്ങളായിരുന്നു ആദ്യം പ്രചരിപ്പിച്ചിരുന്നത്.
പിന്നെ കറങ്ങി തിരിഞ്ഞ് വന്നപ്പം ഞാൻ ഒരു മതത്തിൻ്റെ ആളാവാൻ നോക്കുന്നു, കാഫിറെന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ വിളിക്കുമ്പോൾ തള്ളി പറയുന്നില്ല എന്നുള്ള പ്രചരണത്തിലേക്ക് എത്തി.